കുട്ടി ജനിച്ച് ആ കുട്ടിക്ക് 2 ആഴ്ചയും പോലും. മോശം കമന്റുകളോട് പ്രതികരിച്ചുകൊണ്ട് ദേവികയും വിജയ് മാധവും ഇളയ കുട്ടിക്ക് ഓം പരമാത്മ എന്ന പേര് നൽകിയതിനെ കുറിച്ച് വന്ന സൈബർ അറ്റാക്കിന് എതിരെയാണ് ഇരുവരുടെയും പ്രതികരണം. ഞാൻ എന്റെ ജീവിതത്തിൽ എന്ത് ചെയ്താലും ദേവികയോട് ചോദിച്ചിട്ടോ അനുവാദം കിട്ടിയാൽ മാത്രമേ ഞാൻ അത് ചെയ്യൂ. നിങ്ങൾ എന്നെ എന്തൊക്കെ പറഞ്ഞാലും അത് ബാധിക്കില്ല. ഞാൻ അത് ആ സെൻസിൽ മാത്രമേ എടുക്കൂ. എന്നാൽ കമന്റുകൾ അതിരുവിട്ടപ്പോഴാണ് ദേവിക റൂമിലിരുന്ന് കരയാൻ തുടങ്ങിയത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മറുപടി നൽകാൻ വേണ്ടി എത്തിയത്. എനിക്ക് വട്ടാണ്, ഞാൻ ദേവികയെ അടിമയാക്കിയിരിക്കുന്നു എന്നൊക്കെ കമന്റുകൾ വരുന്നു. എന്റെ സംസാര രീതിയും ചേഷ്ടകളും ഒക്കെ ഒരുപക്ഷെ അങ്ങനെ നിങ്ങൾക്ക് തോന്നിയേക്കാം. ഞാൻ അത് തിരുത്താൻ വരുന്നില്ല. പിന്നെ കൂടുതൽ ആളുകളുടെയും വിഷയം പേരാണ്. ആ പേരിനെ ഇത്ര പേടിക്കുകയോ ചർച്ച ആക്കേണ്ടതായ വിഷയമോ ഇല്ല. ആ പേരിനെ കുറിച്ച് ആർക്കും ഒരു വ്യക്തമായ ധാരണ ഇല്ലായിരിക്കാം. ഞാൻ ആ പേരിനെ കുറിച്ച് എന്തു പറഞ്ഞാലും നിങ്ങൾ ആ സെൻസിലെടുക്കൂ. ഞാൻ 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 എന്ന് പല ഇടത്തും പറയുന്നത് എനിക്ക് ബോധ്യം എന്ന അർത്ഥത്തിലാണ്. സ്പിരിച്വാലിറ്റി എന്നത് എല്ലാവർക്കും കണക്റ്റ് ആകണം എന്നില്ല. ഞങ്ങൾ പരിചയപ്പെട്ടു തുടങ്ങിയ സമയത്ത് ഞാൻ ദേവികയോട് പറഞ്ഞത് എല്ലാം ഇന്നാണ് ദേവികയ്ക്ക് കണക്റ്റ് ആവുന്നത്. ഓം പരമാത്മ എന്ന പേരിന് ഒരുപാട് പവറുണ്ട്. ആ പവർ അവൾക്ക് കിട്ടാൻ വേണ്ടിയാണ് ഈ പേരിട്ടത്, അല്ലാതെ അവളെ ഉപദ്രവിക്കാനല്ല. ഞാൻ വന്ന ലൈഫ് സ്റ്റൈൽ എന്റെ തലമുറക്കും കൊടുക്കുന്നു. എന്തുകൊണ്ട് ഈ പേര് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് നിങ്ങൾ ആണ് ചിന്തിക്കേണ്ടത്. ഇത് എന്റെ ജീവിതമാണ്. ഞാൻ എന്റെ സഹോദരിയുടെ ജീവിതത്തിൽ പോലും ഇടപെടാത്ത ആളാണ്. ഞങ്ങളെ ഈ പറയുന്നത് നമ്മളോടുള്ള സ്നേഹം ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നെ നിങ്ങൾ എന്തും പറഞ്ഞു, പക്ഷെ എന്റെ ഭാര്യയും കുടുംബത്തെയോ പറയേണ്ട കാര്യമുണ്ടോ എന്ന് വിജയ് ചോദിക്കുന്നു. ആത്മജയുടെ ജന്മം മുതലാണ് ഞങ്ങൾ ഈ ബുള്ളിങ് നേരിടുന്നത്. വിവാഹത്തിന് മുൻപേ വിജയിനെ കുറിച്ച് എന്നോട് പറഞ്ഞതുകൊണ്ട് സൈക്കോയെ ആണോ വിവാഹം കഴിക്കുന്നത് എന്ന് ആളുകൾ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇതിന് പ്രതികരിക്കേണ്ട എന്ന് കരുതിയാണ് ഈ കോലാഹലങ്ങൾ ഇന്നലെ വരെ അറിഞ്ഞ ആളും അല്ല ഞാൻ. പക്ഷേ ചിലത് പറയണമെന്ന് തോന്നിയെന്നും ദേവിക പറയുന്നു. ഒരു സൈക്കോ ആയ ആളുടെ ഒപ്പം ഒന്നും ഒരു ദിവസം പോലും കഴിയാൻ എനിക്കാകില്ല. 3 വർഷമാകുന്നു ഞങ്ങൾ ഒരുമിച്ച് കഴിയുന്നു. നിങ്ങൾ കാണുന്ന പോലെ ഞാൻ അത്ര പൊട്ടിയായ ആളൊന്നുമല്ല. ഇൻഡിപെൻഡന്റ് ആയ ആള് തന്നെയാണ്. കേപ്പബിലിറ്റി എന്നേക്കാൾ ഇദ്ദേഹത്തിനുള്ളത് കൊണ്ടാണ് തീരുമാനങ്ങൾ അദ്ദേഹം എടുക്കുന്നത്. എനിക്ക് കിട്ടിയ ഏറ്റവും നല്ല പാർട്ട്ണറാണ് വിജയ്. എന്നോട് ഡിവോഴ്സ് ചെയ്യാനൊക്കെയാണ് ആളുകൾ പറയുന്നത്. എന്തിനാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് മനസ്സിലായില്ല. ഞാൻ എങ്ങോട്ടാണ് ഓടിപ്പോകേണ്ടത്? അദ്ദേഹം എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന, അഭിപ്രായങ്ങൾ പറയുന്ന ഒരു ഭർത്താവാണ്. ഞങ്ങൾ ഞങ്ങളുടെ സന്തോഷത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. ഈ നിമിഷത്തിൽ സന്തോഷത്തോടെ ജീവിക്കുന്ന ആളുകളാണ് ഞങ്ങൾ എന്നും ദേവിക പറയുന്നു.